ഹലോ എവ്രി വൺ, വെൽക്കം ടു ടെക് പി എസ് സി. ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികളെല്ലാം കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് KCB സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ കാണുന്നത് പോലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KCBയിലേക്ക് സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് 41,600 രൂപ മുതൽ 82,400 രൂപ വരെ പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് സാധാരണ നമ്മുടെ പബ്ലിക് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഉള്ള പോലെ തന്നെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷനും ആപ്ലിക്കബിൾ ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. ആർക്കൊക്കെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ, ജനറൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10th പാസ് ആയിരിക്കണം. ഓക്കെ, 10th പാസ് അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും നിർബന്ധമാണ്. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് 3 ഇയർ ഡിപ്ലോമയാണ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് ഒരു 3 വർഷ ഡിപ്ലോമ ആണ് നിങ്ങളുടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വാളിഫിക്കേഷൻ കാണുമ്പോൾ ബിടെക് ഉദ്യോഗാർത്ഥികൾക്കൊന്നും ആ ഒരു കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബിടെക് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇക്വലന്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഡിഫറently ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. സാധാരണ ഡിഫറently ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമുക്ക് റിസർവ്ഡ് കാറ്റഗറിയാണ് അവർക്ക് അതിനനുസരിച്ചുള്ള റിലാക്സേഷൻസും കാര്യങ്ങളും മറ്റും ഉണ്ടെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് ഡിഫറently ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തത് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു പോസ്റ്റിലേക്ക് ഇതിനു മുൻപ് നോട്ടിഫിക്കേഷൻ വന്നത് 2021 കാറ്റഗറി നമ്പർ 553/2021 ആയിരുന്നു. അന്ന് എക്സാം നടന്നത് 10/2/2023 ഓക്കെ, 2023 എക്സാം നടന്നത്. 43,560 ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 29/11/2023 അപ്പോൾ മെയിൻ ലിസ്റ്റിൽ 982 കാൻഡിഡേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അന്ന് കട്ട് ഓഫ് മാർക്ക് 56.67. ശ്രദ്ധിക്കുക, മാക്സിമം മാർക്ക് 81.33 ആണ് അന്ന് മാക്സിമം മാർക്കായിട്ട് വന്നത്. ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 13 മാർക്കാണ്. ലാസ്റ്റ് അഡ്വൈസ്, ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും നടന്ന അവസാനത്തെ അഡ്വൈസ് എന്ന് പറയുന്നത് 6/3/2026 ഓക്കെ, ഇതുവരെ 694 നിയമനങ്ങളാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും നടന്നിട്ടുള്ളതെന്നും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും ലൈവ് ആണ്. 2026 നവംബർ 28 ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് മുൻവർഷത്തെ ഈ ഒരു പോസ്റ്റിലേക്ക് 2021 വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ പരിശോധിച്ചത്. ഇനി നമുക്ക് ഈ ഒരു എക്സാമിന്റെ പ്രധാനപ്പെട്ട സ്റ്റേജസ്, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് സാധാരണ ഉള്ള പോലെ ഒരു 100 മാർക്കിന്റെ OMR റിട്ടേൺ എക്സാം ഉണ്ട്. ഈ റിട്ടേൺ എക്സാം ക്വാളിഫൈ ചെയ്യുന്നവർക്കായിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതിനുശേഷം ഇന്റർവ്യൂ 20 മാർക്കിനുള്ള ഒരു ഇന്റർവ്യൂവും കൂടെ ഈ ഒരു പോസ്റ്റിലേക്ക്, അപ്പൊ ഇന്റർവ്യൂ കൂടെ സെലക്ഷൻ പ്രൊസീജിയറിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് എക്സ്പെക്ട് ആയിട്ടുള്ള സിലബസിന്റെ ഒരു ഓവർവ്യൂ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും 6 ഭാഗങ്ങളിൽ നിന്നാണ് 6 ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് സിലബസിൽ പ്രതീക്ഷിക്കാവുന്നത്. ഒന്നാമത്തെ ഭാഗം ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് നെറ്റ്വർക്ക് തിയറി ആണ്. 16 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ആ ഒരു ഭാഗത്തിനുള്ളത്. അതിനുശേഷം ഇലക്ട്രിക്കൽ പവർ ജനറേഷൻ, യൂട്ടിലൈസേഷൻ, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 20 മാർക്കിന്റെ ചോദ്യം. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, വയേഴ്സ് ആൻഡ് കേബിൾസ് 16 മാർക്കിന്റെ ചോദ്യം. ഇലക്ട്രിക്കൽ മെഷീൻസ് 16 മാർക്കിന്റെ ചോദ്യം. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്നും 16 മാർക്കിന്റെ ചോദ്യം. പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ 16 മാർക്കിന്റെ ചോദ്യം. ഇങ്ങനെ ആകെ 100 മാർക്കിന്റെ ചോദ്യങ്ങൾ, 100 മാർക്കിനുള്ള ഒരു OMR എക്സാം ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. സോ KCB സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമിന് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ക്വാളിഫിക്കേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ നല്ല, അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കെയിൽ ഓഫ് പേയുമാണ് ഈ ഒരു പോസ്റ്റിൽ. അപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് കൈവന്നിരിക്കുന്നത്.
സോ ഈ ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെക് പി എസ് സി സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ KSEB ഫോക്കസ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലോങ് ടേം ബാച്ചിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച മുൻവർഷങ്ങളിൽ വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള പരിചയസമ്പന്നരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ആയും റെക്കോർഡഡ് സെഷൻസ് ആയും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. കൂടാതെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന നോട്ട്സും സിമ്പിൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും സ്മാർട്ട് സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുള്ള അവസരങ്ങളും ഉണ്ടാവും. അതോടൊപ്പം ടോപ്പിക് വൈസ് എക്സാം ഫീഡ്ബാക്കോട് കൂടിയ ടോപ്പിക് വൈസ് എക്സാമുകളും അതോടൊപ്പം തന്നെ ഫീഡ്ബാക്കോട് കൂടിയ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കും. കോഴ്സ് വാലിഡിറ്റി എക്സാം തീയതി വരെയുമായിരിക്കും എന്നുള്ളതും ഈ ഒരു കോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ്. സോ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിനും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് സ്ക്രീനിന്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSC വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു.